ചോറിനെന്നാ കറി? ഓ പ്രത്യേകിച്ചൊന്നുമില്ലെന്നേ, ഒരു ചമ്മന്തി അരച്ചു മീനും വറുത്തു. ഇത് രണ്ടും കൂടി ഒരുമിച്ചാക്കിയാലോ? പിന്നെ പറയാനുണ്ടോ, വായിൽ കപ്പലോടും. പാനിലേക്ക് എണ്ണയൊഴിച്ച് ചെറിയൊരു സവോള കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, 4-5 വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, എരിവിന് ആവശ്യത്തിന് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ചെറിയൊരു കഷ്ണം പുളി. ഇനി ഇതെല്ലാം നന്നായി വഴറ്റി ഇതിലേക്ക് കളറിന് ആവശ്യത്തിന് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഇളക്കി യോജിപ്പിച്ച് ഈ ഒരു പരുവമാകുമ്പോൾ തീ ഓഫ് ചെയ്ത് ചൂടാറിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്ത് മഷി പോലെ അരച്ചെടുത്താൽ നമ്മുടെ ചമ്മന്തിക്കൂട്ട് റെഡിയായി. ഇനി കഴുകി വൃത്തിയാക്കി വരിഞ്ഞു വെച്ചിരിക്കുന്ന മീനിൻ്റെ പീസസിലേക്ക് അരച്ചു വെച്ച മസാല നന്നായി തേച്ച് പിടിപ്പിക്കാം. ഞാനിവിടെ ഷേരി മീനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഈ മീനിൻ്റെ പേരെന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ച മീൻ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ചൂടായ എണ്ണയിലേക്കിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു സൈഡ് പകുതി വേവാകുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. ഇനി ബാക്കി വന്ന മസാല എണ്ണയിലേക്കിട്ട് മൂപ്പിച്ചെടുത്ത് കളറൊക്കെ മാറിതാ ഈ ഒരു പരുവമാകുമ്പോൾ നമ്മുടെ ഈ ചമ്മന്തിക്കൂട്ട് നമ്മുടെ മീനിലേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുത്ത് അതിൽ നിന്ന് ഒരു പീസ് ഇങ്ങനെ നുള്ളിയെടുത്ത് ഈ ചമ്മന്തിക്കൂട്ടിൽ മുക്കി ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.